ഓക്കെ, നമ്മൾ റിലീഫിൻ്റെ അടുത്ത സെക്ഷനിലോട്ട് കിടക്കുകയാണ്. സെക്ഷൻ 89 പ്രകാരമുള്ള റിലീഫിൻ്റെ അടുത്ത സെക്ഷനിലോട്ട് കിടക്കുകയാണ്. നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, ലംസം പേയ്മെൻറ്റുകളെ കുറിച്ചും പറഞ്ഞായിരുന്നു, ഈ പറയുന്ന അരിയേഴ്സ് ഓഫ് സാലറി, അഡ്വാൻസ് സാലറികളെ കുറിച്ചും പറഞ്ഞായിരുന്നു. ഈ വീഡിയോക്കകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അവിടെ രണ്ട് സെക്ഷനായിട്ടാണ്, രണ്ട് പാർട്ടായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. സോ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇത്രയും നാളത്തെ സർവീസിനാണ് നമുക്ക് ഇന്ന് ഗ്രാറ്റുവിറ്റി കിട്ടണേ. ആ ഗ്രാറ്റുവിറ്റി കിട്ടുന്നത് കൊണ്ട് നമ്മുടെ സാലറിയുടെ എമൗണ്ട് എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും എന്ത് വരാനുള്ള സാധ്യതയുണ്ട്? ഈ പറയുന്ന പോലെ പെർസെൻറ്റേജിന് ഡിഫറൻസ് വരാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായി? ഇപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിനകത്ത് റിലീഫിനകത്ത് നമ്മൾ അങ്ങനെ ഒരു പെർസെൻറ്റേജ് ഡിഫറൻസ് വന്നില്ലെങ്കിൽ പോലും നമ്മളത് ചെയ്തു. അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഏതാ സെക്ഷൻ 89 സാലറിയുടെ കേസിനകത്ത് ആ സ്ലാബ് റേറ്റിനകത്ത് ചേഞ്ച് വന്നില്ലെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ചേഞ്ച് വന്നതായിട്ടാണ് നമ്മൾ ചെയ്തത്. ആ ഫോർമാറ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ചെയ്യിപ്പിച്ചു എന്ന് മാത്രം അല്ലേ. കാരണം എന്താ, കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മളോട് എടുത്തു പറഞ്ഞായിരുന്നു ആ സ്ലാബ് റേറ്റിനകത്ത് ചേഞ്ച് വരണം എന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, സോ ലിമിറ്റ് ആ പ്രോസസ്സ്, ആ സ്റ്റെപ്പ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെറ്റീരിയലിനകത്തുള്ള പ്രോബ്ലം തന്നെ ചെയ്തത്. ഇവിടെയും ഒരു ലംസം എമൗണ്ട് ആണ് കിട്ടുന്നതെങ്കിൽ അവിടെ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. അവിടെ ചെയ്യുന്ന പ്രോസസ്സ് എന്താണെന്നറിയാമോ? ആദ്യം അത് ഈ വർഷത്തെ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കും. ഇപ്പോൾ ഒരു നോർമലി നമുക്കൊരു 6 ലക്ഷം രൂപയാണ് നമ്മുടെ ഇൻകം എന്ന് വിചാരിക്കുക. 1.5 ലക്ഷം രൂപ നമുക്ക് ഗ്രാറ്റുവിറ്റി ആയിട്ട് കിട്ടിയെന്ന് വിചാരിക്കുക. സോ 6ഉം 1ഉം 1.5യും എത്ര വരും? 7.5 ലക്ഷം രൂപ വരും. എന്നിട്ട് അതിൻ്റെ ടാക്സ് ലയബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നു, അതിൻ്റെ ആവറേജ് റേറ്റ് ഓഫ് ടാക്സും കണ്ടുപിടിക്കുന്നു. എന്താ ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് എന്ന് വെച്ചാൽ ടാക്സ് ലയബിലിറ്റി ഡിവൈഡ് ബൈ ടോട്ടൽ. ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ. സോ ഈ വർഷം 6 ലക്ഷം രൂപയാണ് നമ്മുടെ ഇൻകം, കൂടാതെ ഗ്രാറ്റുവിറ്റി ആയിട്ട് നമുക്ക് ഒരു 1.5 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. സോ 6ഉം 1.5യും 7.5 ലക്ഷം രൂപ ടാക്സ് ലയബിലിറ്റി എത്രയാണോ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് കണ്ടുപിടിക്കുന്നു. ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് മീൻസ് ടാക്സ് ലയബിലിറ്റി ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻകം. മനസ്സിലായി? ഇൻ ദ സെക്കൻഡ് പ്രോസസ് ഈ പറയുന്ന ഗ്രാറ്റുവിറ്റിനെ കഴിഞ്ഞ 3 വർഷങ്ങളിലായിട്ട് ഈക്വൽ ആയിട്ട് വീതിച്ചു കൊടുക്കുന്നു. 1.5 ലക്ഷം രൂപയല്ലേ കിട്ടിയേ. സോ കഴിഞ്ഞ 3 പ്രീവിയസ് ഇയറിനകത്ത് 50,000 50,000 50,000 വെച്ച് വീതിച്ചു കൊടുത്തു. എന്നിട്ട് ആ 3 വർഷത്തെ ടാക്സ് ലയബിലിറ്റി കാണുന്നു. എന്നിട്ട് ആ 3 വർഷത്തെ ടാക്സ് ലയബിലിറ്റിയുടെ ആവറേജ് കാണുന്നു. ആവറേജ് ടാക്സ് ലയബിലിറ്റി കിട്ടുന്നു. എന്നിട്ട് ആ 3 വർഷത്തിൻ്റെ ആവറേജ് എടുക്കുന്നു. മനസ്സിലായോ? ഓക്കെ, കൺഫ്യൂസ് ആയെങ്കിൽ ഇപ്പം കഴിഞ്ഞ 3 വർഷങ്ങളിലും 5 ലക്ഷം രൂപയായിരുന്നു ഇൻകം എന്ന് വിചാരിക്കുക. ഈ വർഷമാണ് 6ഉം പിന്നെ ഒരു 1.5യും 7.5യും കൂടെ നമ്മൾ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കണേ. കഴിഞ്ഞ 3 വർഷങ്ങളിൽ 5 ലക്ഷം രൂപയായിരുന്നു കേട്ടോ. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ കിട്ടിയ 1.5 രൂപ എന്ന് പറയുന്ന ഗ്രാറ്റുവിറ്റിനെ കഴിഞ്ഞ 3 വർഷങ്ങളിലോട്ടായിട്ട് നമ്മൾ വീതിച്ചു കൊടുക്കുന്നു. 50,000 50,000 50,000 വെച്ച് വീതിച്ചു കൊടുക്കുന്നു. അങ്ങനെ വരുന്ന നേരത്ത് 3 വർഷത്തെയും സാലറി എത്രയായി? 5,50,000 രൂപയായി അല്ലേ. ആ 5,50,000 രൂപ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അതിൻ്റെ ആവറേജ് ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുന്നു. എങ്ങനെയാ? കിട്ടിയ ടാക്സ് ലയബിലിറ്റി ഡിവൈഡ് ബൈ 5,50,000. എന്നിട്ട് ആ 3 വർഷത്തെയും ടാക്സ് ലയബിലിറ്റിയുടെ ആവറേജ് എടുക്കുന്നു. ദാറ്റ് മീൻസ് 1 + 2 + 3 ഡിവൈഡ് ബൈ 3. എന്നിട്ട് എന്ത് ചെയ്യാം? ഈ പറയുന്നത് പോലെ എത്രയാണോ നമ്മുടെ ഗ്രാറ്റുവിറ്റി ആയിട്ട് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് സ്പെസിഫൈ ചെയ്യാം. മനസ്സിലായോ? നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ സ്റ്റെപ്പ് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ അങ്ങ് മനസ്സിലാവും. ഓക്കെ, കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി കൺസിഡറിംഗ് ദ ടാക്സബിൾ ഗ്രാറ്റുവിറ്റി ഓഫ് ദ റിലവന്റ് പ്രീവിയസ് ഇയർ. അതായത് ഈ പറഞ്ഞതുപോലെ 1.5 ലക്ഷം രൂപയും കൂടെ ആഡ് ചെയ്ത് ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുക. ആൻഡ് ദ സെക്കൻഡ് വൺ, കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം ഇൻ റെസ്പെക്ട് ഓഫ് ഈച്ച് ഓഫ് ദ 3 പ്രീവിയസ് ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദ റിലവന്റ് പ്രീവിയസ് ഇയർ ആഡിംഗ് 1/3 ഓഫ് ദ ടാക്സബിൾ ഗ്രാറ്റുവിറ്റി ഇൻ ഈച്ച് ഓഫ് ദ 3 പ്രീവിയസ് ഇയർ. ദാറ്റ് മീൻസ് നമുക്ക് കിട്ടിയ ഗ്രാറ്റുവിറ്റി എത്രയാണോ അത് 3 വർഷങ്ങളിലായിട്ട് ഈക്വൽ ആയിട്ട് വീതിച്ചു കൊടുക്കുക. കഴിഞ്ഞ 3 വർഷങ്ങളിലായിട്ട് ഈക്വൽ ആയിട്ട് വീതിച്ചു കൊടുക്കുക. അടുത്തത്, കാൽക്കുലേറ്റ് ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് ഓഫ് ദ ഈച്ച് ഇയർ. എങ്ങനെയാ? ടാക്സ്, സർചാർജ് ആൻഡ് സെസ് ആഫ്റ്റർ റിബേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. മനസ്സിലായി? ഒരു 87A പ്രകാരം നമ്മൾ റിബേറ്റ് ഒക്കെ പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ടല്ലോ. 3.5 ലക്ഷത്തിനേക്കാൾ താഴെയാണെങ്കിൽ നമുക്കൊരു റിബേറ്റ് കിട്ടുമെന്നൊക്കെ നമുക്ക് പ്രോബ്ലത്തിൽ നോക്കാം. അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക. ഇനി എന്താ ചെയ്യണ്ടേ? കാൽക്കുലേറ്റ് ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് ഓഫ് ദ 3 പ്രീവിയസ് ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദ റിലവന്റ് പ്രീവിയസ് ഇയർ. അതായത് ആ 3 വർഷത്തെ ടാക്സ് ലയബിലിറ്റിയുടെ ആവറേജിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക. മനസ്സിലായി? ഇനി കാൽക്കുലേറ്റ് ദ ടാക്സ് ഓൺ ടാക്സബിൾ ഗ്രാറ്റുവിറ്റി ബൈ അപ്ലൈയിങ് ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് ഓഫ് ദ റിലവന്റ് പ്രീവിയസ് ഇയർ. അതായത് നമ്മുടെ ആ കിട്ടിയ 1,50,000ന്റെ നിലവിലെ ടാക്സ് ലയബിലിറ്റി എത്രയാണ് നോക്കുക, അല്ലെങ്കിൽ ആ ടാക്സ് ലയബിലിറ്റിയുടെ അല്ലെങ്കിൽ ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ടാക്സ് ഓൺ ടാക്സബിൾ ഗ്രാറ്റുവിറ്റി ബൈ അപ്ലൈയിങ് ആവറേജ് റേറ്റ് ഓഫ് ടാക്സ്. മനസ്സിലായി? അതായത് ആ 3 വർഷത്തെ ആവറേജ് കിട്ടിയല്ലോ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി റിലീഫ് അണ്ടർ സെക്ഷൻ 89 എന്ന് പറയുന്നത് ഇപ്പോൾ കിട്ടിയ എമൗണ്ട് മൈനസ് ഈ സ്റ്റെപ്പ് 6 പ്രകാരം കിട്ടിയ എമൗണ്ട്. കൺഫ്യൂഷൻ ആയെങ്കിൽ ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ
6 lakh ആണ് നമ്മുടെ പ്രീവിയസ് ഇയറിലെ ഇൻകം. നമുക്ക് കഴിഞ്ഞ 3 വർഷവും 5 lakh പ്രകാരമേ ഉണ്ടായിരുന്നുള്ളൂ. സോ നമുക്ക് 1.5 lakh ഗ്രാറ്റുവിറ്റി കിട്ടിയെന്ന് വിചാരിക്കുക. സോ അങ്ങനെ വരുന്ന നേരത്ത് ഇപ്പം 7 lakh ആയി അല്ലേ. ഈ 7 lakhന്റെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുക, എന്നിട്ട് ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് കണ്ടുപിടിക്കുക. മനസ്സിലായോ? 7.5 6 + 1.5 7.5യുടെ എന്ത് കണ്ടുപിടിക്കുക? ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുക, എന്നിട്ട് ടാക്സ് ലയബിലിറ്റി ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു 100 ചെയ്യുമ്പോൾ അതിൻ്റെ എന്ത് കിട്ടും? ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് കിട്ടും. ആൻഡ് ദ സ്റ്റെപ്പ് നമ്പർ 2 പ്രകാരം ഈ 1.5നെ കഴിഞ്ഞ 3 വർഷങ്ങളിലോട്ടായിട്ട് വീതിച്ചു കൊടുക്കുമ്പോൾ എത്രയൊക്കെ വരും? 5.5 വെച്ച് വരും അല്ലേ. ആ 5.5 വെച്ചിട്ട് വരുന്നതിൻ്റെ എന്ത് കണ്ടുപിടിക്കുക? ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുക, എന്നിട്ട് ഈ 3 വർഷത്തെയും ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. എങ്ങനെയാ? ഈ പറയുന്ന ടാക്സ് ലയബിലിറ്റി ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു 100. മനസ്സിലായോ? ഇനി ഈ 3 വർഷത്തെയും ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിച്ച് അതിൻ്റെ ആവറേജ് കണ്ടുപിടിച്ചെങ്കിൽ നമുക്ക് ഇത് 3ഉം കൂടെ ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ 3 ചെയ്ത് അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാം. ഓക്കെ, എന്നിട്ട് ഈ എമൗണ്ട് എത്രയാ? ഗ്രാറ്റുവിറ്റി എത്രയോ? 1.5 അല്ലേ. ആ 1.5 ഇൻറ്റു ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ എന്താ, അല്ലെങ്കിൽ ഈ കറണ്ട് ഇയറിലെ ആവറേജ് റേറ്റ് ടാക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. കൂടാതെ ഈ 1,05,000 ഇൻറ്റു ഈ കിട്ടിയ 3 വർഷത്തെ ആവറേജ് ടാക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ആദ്യത്തേൽ നിന്ന് രണ്ടാമത്തെ എമൗണ്ട് മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് റിലീഫ് എന്ന് പറയുന്ന സാധനം ക്ലെയിം ചെയ്യാൻ പറ്റും. നമുക്ക് പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കുമ്പോൾ ആ കൺഫ്യൂഷൻ അങ്ങ് മാറും. നോക്കാം. അതിനു മുമ്പേ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നോക്കി, വേർ ദ പാസ്റ്റ് സർവീസ് എക്സ്റ്റെൻഡ് ഓവർ എ പീരീഡ് ഓഫ് 15 years. 15 വർഷത്തിൽ കൂടുതൽ സർവീസ് വേണം കേട്ടോ ഈ റിലീഫ് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഈ റിലീഫ് ഈ ഫോർമാറ്റിൽ കിട്ടണമെങ്കിൽ 15 വർഷത്തിൽ കൂടുതൽ സർവീസ് വേണം. മനസ്സിലായി? 15 വർഷത്തിൽ കൂടുതൽ നിങ്ങളൊരു എംപ്ലോയി ആയിരുന്നിട്ടാണ് റിട്ടയർ ചെയ്യുന്നതെങ്കിലാണ് ഈ പറയുന്ന റിലീഫ്. അപ്പോൾ 15 വർഷത്തിന് താഴെയാണെങ്കിലോ അത് വേറെ മെത്തേഡാണ്, അത് ഇത് കഴിഞ്ഞിട്ട് വരും. ഓക്കെ, സോ ഗ്രാറ്റുവിറ്റിക്കകത്ത് തന്നെ 2 കാര്യങ്ങൾ പഠിക്കാണ്ട് 15 വർഷത്തിന് മുകളിൽ സർവീസ് ആണെങ്കിൽ മാത്രമേ ഈ രീതിക്ക് ചെയ്യാവൂ. കേട്ടോ, നമുക്ക് ആ പ്രോബ്ലം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ, Sri Prajapati received from his employer 2 lakh as a gratuity, out of which 1,10,000 is exempted under section 10. അതായത് 2 ലക്ഷം രൂപ ഗ്രാറ്റുവിറ്റിയിൽ നിന്ന് 1,10,000 rupees നമുക്ക് എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. അപ്പോൾ എത്ര വരും? 90,000 rupees ടാക്സ് ലയബിലിറ്റി ആയിട്ട് വരും അല്ലേ. ടാക്സബിൾ ഗ്രാറ്റുവിറ്റി ആയിട്ട് 90,000 rupees വരും. ഇനി പറഞ്ഞിരിക്കുന്നത് നോക്കി, ഹിസ് റിലവൻറ്റ് ഡാറ്റ ഫോർ ദ ലാസ്റ്റ് ഫ്യൂ പ്രീവിയസ് ഇയർ ആസ് ഫോളോസ്. എത്രയൊക്കെയാണ്? ബേസിക് സാലറി 3,46,000 ആണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 1,16,000 ആണ്. കഴിഞ്ഞ 3 വർഷത്തിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. 2,65,000, 1,60,000, 1,15,000, 1,70,000, 1,10,000, 65,65. മനസ്സിലായി? നമുക്ക് ചെയ്യേണ്ട എന്താ? ഫസ്റ്റ് സ്റ്റെപ്പ് അനുസരിച്ച് ഈ 90,000നെ ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം അല്ലെ. സെക്കൻഡ് സ്റ്റെപ്പ് അനുസരിച്ച് 90,000 ഡിവൈഡ് ബൈ 3 30,000 വരും. ആ 30,000നെ ഇതിന്റെ 3ന്റെയും കൂടെ ആഡ് ചെയ്യണം, എന്നിട്ട് ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം. ഓക്കെ, നോക്കി, ആദ്യത്തെ വർഷത്തെ 3,46,000 1,16,000. സോ നോക്കി, 3,46,000 പ്ലസ് 90,000 ഗ്രാറ്റുവിറ്റി എമൗണ്ടാ. സോ ടോട്ടൽ സാലറി എത്ര വരും? 4,36,000 വരും. ഇനി എന്ത് ചെയ്യാം? സാലറിയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇപ്പോഴാട്ടോ. കഴിഞ്ഞ വർഷം അത് 40,000 ആയിരുന്നു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ഇപ്പോൾ അത് എത്രയായി? സാലറിയിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് 50,000 ഉണ്ട്. സോ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 മൈനസ് ചെയ്യാം. സോ നമുക്ക് ടാക്സബിൾ സാലറി എത്ര വരും? 3,86,000 വരും. മനസ്സിലായോ? ഇനി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എത്രയാണ്? 1,16,000 പ്രോബ്ലത്തിനകത്ത് തന്നിട്ടുണ്ട്. സോ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5,02,000 ആയിരിക്കും. ഇനി ആ 5,02,000ന്റെ എന്ത് കണ്ടുപിടിക്കണം? ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കണം. എത്രയാ? അപ് ടു 2.5 അല്ലെ. 2.5 to 5% എത്ര വരും? 12,500 വരും. ഇനി അഗൈൻ ഒരു 2,000 കൂടെ ഉണ്ട്. സോ 2,000 ഇൻറ്റു 20% എത്ര വരും? 400 വരും. മനസ്സിലായോ? സോ ടോട്ടൽ 12,900 വരും. അതിൻ്റെ കൂടെ നമ്മുടെ 4% നമുക്ക് ഏതും കൂടെ ആഡ് ചെയ്യാം, സെസ്സും കൂടെ ആഡ് ചെയ്യാം. ദാറ്റ് മീൻസ് 12,900 ഇൻറ്റു 4% ചെയ്യുമ്പോൾ 516 വരും. സോ ടാക്സ് ലയബിലിറ്റി എത്രയാണ്? 13,416 വരും. മനസ്സിലായോ? ഇനി അതിൻ്റെ ഏത് കണ്ടുപിടിക്കാം? ആവറേജ് റേറ്റ് കണ്ടുപിടിക്കാം. എങ്ങനെയാ? 13,416 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻകം എത്രയായിരുന്നു? 5,02,000 ആയിരുന്നു അല്ലേ. സോ 13,416
ഡിവൈഡഡ് ബൈ 5,02,000 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര റേറ്റ് വരും? 2.67% വരും. ചെയ്ത് മനസ്സിലായോ? സോ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ബോണസിന്റെ ഫുൾ എമൗണ്ട് ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നു, എന്നിട്ട് അതിന്റെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുന്നു. ഓക്കെ ഓക്കെ. അടുത്ത നെക്സ്റ്റ് പ്രോസസ്, ഈ പറയുന്ന 90,000-നെ നോക്കി നമുക്ക് ഓരോ ഇയർലിയും സെപ്പറേറ്റ് ആയിട്ട് കാണാം. അതായത് ബേസിക് സാലറി 2,65,000 ആണ്. കണ്ടോ? ഈ 90,000-നെ ഡിവൈഡ് ബൈ 3 ചെയ്ത് 30,000 ആയിട്ട് കഴിഞ്ഞ 3 വർഷങ്ങളിലോട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. സോ നോക്കി 30,000 ഈച്ച് എന്നുള്ള രീതി വന്നു. ഇനി 18-19 എത്ര വരും? 65 30 2,90,000 വരും. കഴിഞ്ഞ പ്രീവിയസ് ഇയറിനകത്ത് നമുക്കൊരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ടായിരുന്നു സാലറിയുടെ 40,000. മനസ്സിലായി? സോ 40,000 നമ്മൾ മൈനസ് ചെയ്തു, ടാക്സബിൾ സാലറി കിട്ടി, ഹൗസ് പ്രോപ്പർട്ടിയുടെ ഇൻകം ആഡ് ചെയ്തു, ടോട്ടൽ 3,70,000 വരും. 3,70,000 വരും. സോ 3,70,000 നോക്കി അപ് ടു 2.5 നില്ലാണ്. ദാറ്റ് മീൻസ് 3,70,000 മൈനസ് 2,50,000 നമുക്ക് 1,12,000 വരും. ഇൻറ്റു 5% ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 6% തന്നെ വരും. മനസ്സിലായി? കഴിഞ്ഞ വർഷവും സെസ് 4% തന്നെ ആയിരുന്നു. സോ ഇൻറ്റു 4% 240 വരും. സെസ് 4% ആണ്, 240 വരും. ടോട്ടൽ 6,240 വരും. അതിൻ്റെ ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് കണ്ടുപിടിക്കുക. എത്രയാ? ഈ പറയുന്ന 6,240 ഡിവൈഡഡ് ബൈ 3,70,000 ഇൻറ്റു 100 1.69% വരും. ആൻഡ് ദ തേർഡ് ഇയർ നോക്കി 1,70,000 30 നമ്മൾ ആഡ് ചെയ്തു 2 lakh. ഈ ഇപ്പോൾ തൊട്ടാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വന്നേ. 17 18 അല്ലെങ്കിൽ 17 18 വരെ നമ്മുടെ സാലറിക്കകത്ത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ 2 lakh വരും. ഹൗസ് പ്രോപ്പർട്ടി 1,10,000, ടോട്ടൽ 3,10,000 വരും. മനസ്സിലായി? ആ 3,10,000 ആണ് ടോട്ടൽ ഇൻകം. ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞിട്ട് 3,000 വരും. എങ്ങനെയാ 3,000 എങ്ങനെയാ വരണേ? ദാറ്റ് മീൻസ് 3,10,000 മൈനസ് 2,50,000 ടോട്ടൽ 60,000 ആണ് വരണേ. അതിൻ്റെ 5% 3,000 റുപ്പീസ് വരും. പക്ഷേ അവിടെ നമുക്കൊരു റിബേറ്റ് കിട്ടും അണ്ടർ സെക്ഷൻ 87A പ്രകാരം. ഓർമ്മയുണ്ടോ പറഞ്ഞത്? റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A റെസിഡന്റ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ നമ്മുടെ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി അല്ലെങ്കിൽ ടോട്ടൽ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് 3.5 ലക്ഷം രൂപയ്ക്ക് താഴെയാണെങ്കിൽ, കണ്ടീഷൻ റെസിഡന്റ് ഇൻഡിവിജ്വൽ ആയിരിക്കണം, നമ്മുടെ ടാക്സബിൾ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 3.5 ലക്ഷം രൂപയ്ക്ക് താഴെയാണെങ്കിൽ നമുക്ക് എത്ര രൂപ വെച്ച് കിട്ടും? 2,500 രൂപ. നമ്മുടെ ടാക്സ് ലയബിലിറ്റിയിൽ നിന്ന് 2,500 രൂപ നമുക്ക് ഡിഡക്ട് ചെയ്യാം. ഇറ്റ്സ് കോൾഡ് റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A. സോ 3,000 ആണ്. അതിനകത്ത് നിന്ന് 2,500 റിബേറ്റ് മൈനസ് ചെയ്യാം. ടാക്സ് ലയബിലിറ്റി എത്ര ഉള്ളൂ? 3% ഉള്ളൂ. ആ വർഷം നമ്മുടെ സെസ് എന്ന് പറയുന്നത് 3% ആയിരുന്നു. 2% എഡ്യൂക്കേഷൻ സെസ്, 1% സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ സെസ്, അങ്ങനെ 3% ആയിരുന്നു. സോ എത്ര വരും? 500 ഇൻറ്റു 3% 15 വരും. ടോട്ടൽ ടാക്സ് ലയബിലിറ്റി 515 ആണ്. സോ 515 ഡിവൈഡഡ് ബൈ 3,10,000 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 0.17% വരും. ആൻഡ് ദ ലാസ്റ്റ് ഇയറിൽ നമുക്ക് പ്രത്യേകിച്ച് ടാക്സ് ലയബിലിറ്റി ഒന്നുമില്ല, കാരണം ആകെ 30,000 റുപ്പീസ് മാത്രമേ വരുള്ളൂ. സോ പ്രത്യേകിച്ച് നമുക്ക് അവിടെ ടാക്സ് ലയബിലിറ്റിയും കാര്യങ്ങളൊന്നും വരില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ? ഇതിൻ്റെ ആവറേജ് എടുക്കണം. കഴിഞ്ഞ 3 വർഷങ്ങളിലെ ആവറേജ് എടുക്കണം. ദാറ്റ് മീൻസ് 1.69 പ്ലസ് 0.17 പ്ലസ് 0 ഡിവൈഡഡ് ബൈ 3 എത്ര വരും? 0.62% വരും. അതായത് ഇത് ആഡ് ചെയ്തിട്ടുള്ള ടോട്ടൽ കറണ്ട് ഇയറിലെ ടോട്ടൽ ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് 2.67%. ഇനി ഇതിനെ 3 വർഷങ്ങളിലോട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് 0.62%. മനസ്സിലായല്ലോ? ഇനി ആൻസറിലോട്ട് വരുമ്പോൾ നോക്കി ടാക്സ് ലയബിലിറ്റി ആഫ്റ്റർ സെസ് നോക്കി. ഈ വർഷം നമ്മുടെ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി എത്രയാണ്? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 13,416 രൂപയാണ് ഈ വർഷത്തെ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി അല്ലേ? ഇനി റിലീഫ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കി 90,000 ആണ് നമ്മുടെ എന്ത് പറഞ്ഞേ ഈ പറയുന്ന ഗ്രാറ്റുവിറ്റി കിട്ടുന്നത് 90,000 ഇൻറ്റു 2.67% ഈ വർഷത്തെ ആവറേജ് റേറ്റ് ഓഫ് ടാക്സ്. ഇനി ആ 90,000-നെ കഴിഞ്ഞ 3 വർഷങ്ങളിലെ ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0.62% വരും. എത്രയാ? 558 വരും. എന്നിട്ട് ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാം. അതായത് ആ ഗ്രാറ്റുവിറ്റി എമൗണ്ട് ഇൻറ്റു കറണ്ട് ഇയറിലെ ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് മൈനസ് ആ ഗ്രാറ്റുവിറ്റി എമൗണ്ട് ഇൻറ്റു കഴിഞ്ഞ 3 വർഷങ്ങളിലെ ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് മൈനസ് ചെയ്യുമ്പോൾ 1,845 രൂപ വരും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ? നമ്മുടെ റിലീഫായിട്ട് ട്രീറ്റ് ചെയ്യണേ.
സോ നമ്മൾ അടയ്ക്കേണ്ട ടാക്സ് 13,416 അതിനകത്ത് നിന്ന് എത്ര രൂപ മൈനസ് ചെയ്യാം? 1,845 രൂപ മൈനസ് ചെയ്യാം. ബാലൻസ് നമുക്ക് എത്ര വരും? 11,570 രൂപ വരും. ഇതാണ് നമ്മുടെ ടാക്സ് ലിമിറ്റ്. മനസ്സിലായല്ലോ? സോ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്തിരിക്കട്ടെ നമ്പർ 1. ആൻഡ് നമ്പർ 2, 15 വർഷത്തിൽ കൂടുതൽ സർവീസ് വേണം. ആൻഡ് അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ കറണ്ട് ഇയറിലെ ടാക്സിന്റെ കൂടെ ആ ഫുൾ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി ആഡ് ചെയ്തിട്ട് ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് കണ്ടുപിടിക്കുക. ആ ഗ്രാറ്റുവിറ്റിനെ അടുത്ത 3 വർഷങ്ങളിലോട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ 3 വർഷത്തെ ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ ആവറേജ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഇപ്പം കിട്ടിയ ലെംസം എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റിനെ ഇൻറ്റു കറണ്ട് ഇയറിലെ ആവറേജ് ടാക്സ്, അതിൽ നിന്ന് ഏത് മൈനസ് ചെയ്യുക? ആ ലെംസം എമൗണ്ട് ഇൻറ്റു കഴിഞ്ഞ 3 വർഷങ്ങളിലെ ആവറേജ് റേറ്റ് ഓഫ് ടാക്സ്. അത് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനാണ് നമ്മൾ റിലീഫ് എന്ന് പറയണേ. കറണ്ട് ഇയറിൽ അടയ്ക്കേണ്ട ടാക്സ് മൈനസ് ആ റിലീഫ് ചെയ്യുമ്പോൾ ആക്ച്വൽ നമ്മുടെ ടാക്സ് പേയ്മെന്റ് കിട്ടും. മനസ്സിലായി? ആ പ്രോബ്ലം ഒന്ന് വർക്കൗട്ട് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ എടുത്തൊരു കാര്യം പറഞ്ഞായിരുന്നു. എന്താ നമ്മൾ എടുത്തൊരു കാര്യം പറഞ്ഞായിരുന്നു? 15 വർഷത്തിൽ കൂടുതൽ സർവീസ് വേണം അല്ലേ? സോ 15 വർഷത്തിൽ കൂടുതലല്ല സർവീസ് എങ്കിലോ 15 വർഷത്തിൽ താഴെയാണെങ്കിലോ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. 3 വർഷങ്ങളിൽ നിന്നുള്ളത് മാറ്റിയിട്ട് 2 വർഷം എടുത്താൽ മതി. മനസ്സിലായി? അതായത് 90,000 നമ്മൾ കഴിഞ്ഞ 3 വർഷങ്ങളിലായിട്ടാണ് ഡിവൈഡ് ചെയ്ത് കൊടുത്തത്. 15 വർഷത്തിന് താഴെയാണ് സർവീസ് എങ്കിൽ ഫസ്റ്റ് പ്രോസസ്സ് എല്ലാം സെയിമാണ്. 90നെ നമ്മൾ 45 എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്ന 2 പ്രീവിയസ് ഇയറിലോട്ടായിട്ട് വീതിച്ചു കൊടുക്കും. സ്റ്റെപ്പ് നോക്കാം. ഓക്കെ, കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം കൺസിഡറിംഗ് ടാക്സബിൾ ഗ്രാറ്റുവിറ്റി ഫോർ ദ റിലവന്റ് പ്രീവിയസ് ഇയർ. ഈ വർഷത്തെ അതിന്റെ കൂടെ അങ്ങ് ആഡ് ചെയ്യാം. ഇനി എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം ഇൻ റെസ്പെക്ട് ഓഫ് ഈച്ച് ഓഫ് ദ 2 പ്രീവിയസ് ഇയർ ഇമീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദ റിലവന്റ് പ്രീവിയസ് ഇയർ ആഡിംഗ് 1/2 ഓഫ് ദ ടാക്സബിൾ ഗ്രാറ്റുവിറ്റി ഓഫ് ദ ഈച്ച് ഓഫ് ദ 2 ഇയേഴ്സ്. അതായത് ഈ പറയുന്ന 90,000 നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യില്ല. 45,000 എന്ന് പറയുന്ന രീതിയിൽ ഡിവൈഡ് ചെയ്യും. ബാക്കിയുള്ള പ്രോസസ്സ് എല്ലാം സെയിമാണ്. നമ്മുടെ കറണ്ട് ഇയറിലെ ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് കണ്ടുപിടിക്കണം. ആ കഴിഞ്ഞ 2 വർഷങ്ങളിലെ ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് കണ്ടുപിടിക്കണം. അതിന്റെ ആവറേജ് എടുക്കണം. എന്നിട്ട് ഈ പറയുന്ന 90,000നെ നമ്മുടെ കറണ്ട് ഇയറിലെ ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഏത് കഴിഞ്ഞ 2 വർഷങ്ങളെ ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യത്തെ കിട്ടിയ എമൗണ്ടിൽ നിന്ന് രണ്ടാമത്തെ എമൗണ്ട് മൈനസ് ചെയ്യണം. അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? റിലീഫായിട്ട് ട്രീറ്റ് ചെയ്യാം. മനസ്സിലായി? സോ എബോവ് 15 ഇയേഴ്സ് ആണെങ്കിൽ ഡിവൈഡ് ബൈ 3യും ബിലോ 15 ഇയേഴ്സ് ആണെങ്കിൽ ഡിവൈഡ് ബൈ 2. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വ്യത്യാസമില്ല. ഒരു കാര്യം കൂടെ നോക്കി, വേർ പാസ്റ്റ് സർവീസ് ഡു നോട്ട് എക്സൈഡ് ഓവർ 5 ഇയേഴ്സ്. 5 വർഷത്തിൽ കൂടുതൽ നിങ്ങൾക്ക് സർവീസ് ഇല്ലെങ്കിൽ ഈ സെക്ഷനേമേ അപ്ലിക്കബിൾ അല്ല. സോ മിനിമം എത്ര വർഷത്തെ സർവീസ് എങ്കിലും വേണം? 5 വർഷമെങ്കിലും വേണം. സോ 5ഉം 15ഉം ആ രണ്ടെണ്ണം ഒന്ന് ആലോചിച്ചാൽ മതി. അപ് ടു 5 ആണെങ്കിൽ നമുക്ക് ഈ റിലീഫ് കിട്ടത്തേ ഇല്ല. 5 to 15 ആണെങ്കിൽ ഡിവൈഡ് ബൈ 2 ചെയ്യണം. മോർ ദാൻ 15 ആണെങ്കിൽ ഡിവൈഡ് ബൈ 3 ചെയ്യാം. ഇനി റിലീഫ് വെൻ പേയ്മെന്റ് ഇൻ ദ നാച്ചർ ഓഫ് കോമ്പൻസേഷൻ ഓർ ടെർമിനേഷൻ ഓഫ് എംപ്ലോയ്മെന്റ്. VRS എടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് കോമ്പൻസേഷൻ ഓൺ ടെർമിനേഷൻ ഓഫ് എംപ്ലോയ്മെന്റ്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ എനി കോമ്പൻസേഷൻ റിസീവ്ഡ് ബൈ ദ അസസി ഫ്രം ഹിസ് എംപ്ലോയർ ഓൺ ടെർമിനേഷൻ ഓഫ് ഹിസ് എംപ്ലോയ്മെന്റ് ഈസ് എലിജിബിൾ റിലീഫ് അണ്ടർ സെക്ഷൻ 89 സബ്ജക്ട് ടു ദ ഫോളോയിങ് കണ്ടീഷൻസ്. കണ്ടീഷൻ എന്തൊക്കെയാ? എംപ്ലോയ്മെന്റ് ഈസ് ടെർമിനേറ്റഡ് ആഫ്റ്റർ ദ കണ്ടിന്യൂസ് സർവീസ് ഫോർ നോട്ട് ലെസ് ദാൻ 3 ഇയേഴ്സ് ആൻഡ് ദ അൺഎക്സ്പയർഡ് പോർഷൻ ഓഫ് ടേം ഓഫ് എംപ്ലോയ്മെന്റ് ഈസ് ആൾസോ നോട്ട് ലെസ് ദാൻ 3 ഇയേഴ്സ്. 3 വർഷത്തിൽ കൂടുതൽ സർവീസ് വേണം. കൂടാതെ റിട്ടയർ ചെയ്ത് അല്ലെങ്കിൽ ഇനി റിട്ടയർ ചെയ്യാൻ 3 വർഷത്തിൽ കൂടുതൽ സമയവും വേണം. മനസ്സിലായി? ആ സെന്റൻസ് ഒന്നും കൂടെ ഞാൻ പറയാം. നോക്കി, ദ എംപ്ലോയ്മെന്റ് ഈസ് ടെർമിനേറ്റഡ് ആഫ്റ്റർ ദ കണ്ടിന്യൂസ് സർവീസസ് ഫോർ നോട്ട് ലെസ് ദാൻ 3 ഇയേഴ്സ്. മിനിമം നിങ്ങൾക്ക് 3 വർഷമെങ്കിലും സർവീസ് വേണം. ആൻഡ് ദ അൺഎക്സ്പയർഡ് പോർഷൻ ഓഫ് ദ ടേം ഓഫ് എംപ്ലോയ്മെന്റ് ഈസ് നോട്ട് ലെസ് ദാൻ 3 ഇയേഴ്സ്. ഇനി എത്ര നാൾ സർവീസിലുണ്ട് എന്നുള്ളതും മിനിമം 3 വർഷമെങ്കിലും വേണം, അല്ലെങ്കിൽ 3 വർഷത്തിൽ കൂടുതലെങ്കിലും വേണം. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ദ കാൽക്കുലേറ്റിംഗ് റിലീഫ് അണ്ടർ സെക്ഷൻ 89 ആസ് എ സെയിം ഇൻ കേസ് ഓഫ് ഗ്രാറ്റുവിറ്റി എക്സ്റ്റെൻഡ് ഓവർ 15 ഇയേഴ്സ്. മനസ്സിലായി? എങ്ങനെയാ? ഓവർ 15 ഇയേഴ്സ് ഗ്രാറ്റുവിറ്റി പ്രകാരം നിങ്ങൾ സെക്ഷൻ 89 എത്രയാണോ അപ്ലൈ ചെയ്തത് അതേപോലെ തന്നെ ട്രീറ്റ് ചെയ്യാം. മനസ്സിലായി? ആ VRSനകത്ത് കിട്ടുന്ന എമൗണ്ട്, അല്ലെങ്കിൽ ആ റിട്ടയർമെന്റ്, അല്ലെങ്കിൽ ആ ടെർമിനേഷനിൽ നിന്ന് റിട്ടയർമെന്റ് അല്ല, ആ ടെർമിനേഷനിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ഈ പറയുന്നത് പോലെ ഗ്രാറ്റുവിറ്റി 15 വർഷത്തിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്തേ? ആ എമൗണ്ടിനെ അടുത്ത 3 വർഷങ്ങളിലോട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു അല്ലേ? അതേപോലെ തന്നെ ഇവിടെയും ചെയ്യും. നോ ഇഷ്യൂസ്. ഓക്കെ, പക്ഷേ റിട്ടയർമെന്റിനകത്ത് നമ്മൾ സെക്ഷൻ 10 സബ്സെക്ഷൻ 10C പഠിച്ചായിരുന്നു അല്ലേ? ഒരു സ്പെസിഫിക് എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ ഒക്കെ പഠിച്ചായിരുന്നു റിട്ടയർമെന്റ് സമയത്ത്. സോ അങ്ങനെ നിങ്ങൾ ആ ഡിഡക്ഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ റിലീഫ് ചെയ്യാൻ പറ്റില്ല. നോക്കി, വേർ അസസി ക്ലെയിംസ് എക്സെപ്റ്റ് അണ്ടർ സെക്ഷൻ 10C റിലീഫ് അണ്ടർ സെക്ഷൻ 89 ഈസ് നോട്ട് അവൈലബിൾ ടു ദ അസസി ഫോർ സച്ച് കോമ്പൻസേഷൻ. ദാറ്റ് മീൻസ് നമുക്ക് 10 സബ്സെക്ഷൻ 10C പ്രകാരം ഓൾറെഡി ഡിഡക്ഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഈ പറയുന്നത് അപ്ലൈ ചെയ്യാൻ പാടില്ല. അതർവൈസ് 15 ഇയേഴ്സിനേക്കാൾ മുകളിലാണെങ്കിൽ ഗ്രാറ്റുവിറ്റി നിങ്ങൾ എന്താണോ ചെയ്തത് അതേപോലെ തന്നെ ചെയ്യാം. And the last one, relief in case of other payments. In any other case, the board may grant relief after examining the circumstances of the case.
അതെങ്ങനെയാണെന്നൊന്നും പറയുന്നില്ല. ഇതല്ലാതെ വേറെ ഏതെങ്കിലും കേസിനകത്ത് നമുക്ക് റിലീഫ് വരികയാണെങ്കിൽ ആ ടൈമിൽ ബോർഡിൻ്റേതായിട്ടുള്ള തീരുമാനങ്ങൾ പ്രകാരം റിലീഫ് കൊടുക്കും. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏത് പ്രകാരം പഠിക്കാനുള്ളത്, സെക്ഷൻ 89 പ്രകാരം റിലീഫായിട്ട് പഠിക്കാനുള്ളത്. 2 പ്രോബ്ലംസേ മെറ്റീരിയലിനകത്തുള്ളൂ, അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കിയാലും മതി. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു പുതിയൊരു സെക്ഷനുമായിട്ട് കാണാം.